ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ജപ്പാനിലെ ഇനുനാക്കി ഗ്രാമത്തിൻ്റെ നിഗൂഢതകളിലേക്കാണ്. പട്ടികകളിലില്ല, ഗൂഗിൾ മാപ്പുകളിലും രേഖപ്പെടുത്തിയിട്ടില്ല. എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്? അവിടെ പോയവരാകട്ടെ തിരിച്ചു വന്നിട്ടുമില്ല. ചിലർ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് അവർ ലോകത്തിന് തുറന്നു കാട്ടിയത്? വെൽക്കം ബാക്ക് ടു സ്ട്രക്ക് സോൺ. ഇനുനാക്കി ഗ്രാമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ ജപ്പാനിലെ ഫുക്കുവോക്ക പ്രിഫെക്ചർ എന്ന സ്ഥലത്താണ് ഈ ഇനുനാക്കി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഇവരെ പറ്റി പറയുന്നത്? ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ജാപ്പനീസ് ഭരണഘടനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവിടെ വരുന്ന ആളുകളെ കൊന്നു തള്ളുന്നവരാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോലും അവിടുത്തെ ജനങ്ങൾ വളരെയേറെ ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നീക്കുന്നത് ആരെയും ഞെട്ടിക്കുന്നത് തന്നെയാണ്. വർഷം 1988 ഡിസംബർ 7 ഒരാളെ 5 പേർ ചേർന്ന് ഇനുനാക്കി ടണലിൻ്റെ സമീപത്ത് വെച്ച് തീ കൊളുത്തി കൊല്ലുകയുണ്ടായി. അതിനുശേഷം അവിടെ നിരവധി ശബ്ദങ്ങളും രൂപങ്ങളും കത്തിയെരിയുന്നതിൻ്റെ മണവും അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ അവ്യക്തമായ രൂപവും കണ്ടെന്നും പറയുന്നുണ്ട്. ഇന്നും നിരവധി ആളുകൾ ആ ഗ്രാമത്തിൻ്റെ ആഴങ്ങൾ അറിയാനും വേണ്ടി അവിടെ അതിക്രമിച്ച് കയറുന്നുണ്ട്. കാര്യങ്ങൾ അവരടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവർ അവിടെ കണ്ടത് ശരിക്കും മനുഷ്യരൂപത്തെ അല്ലെന്നാണ് അവർ പറയുന്നത്. ഇതിന് പിന്നിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇനി പിന്നീട് നമ്മൾ അവരുടെ വിശ്വാസത്തിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ അവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് ഇനുനാക്കി ഗ്രാമത്തിൽപ്പെട്ട ആളുകളുടെ രക്തം ശപഥരക്തത്തിൽപ്പെട്ടതാണെന്നാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ ഏതെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അങ്ങനെ ഒരു വഴിയുണ്ട്. പക്ഷേ ആ വഴി എന്ന് പറയുന്നത് വളരെയേറെ ദുരൂഹതയേറിയ ഒരു വഴിയാണ്. ആ വഴികളിൽ നിന്ന് മനുഷ്യരുടെ നിരവധി അസ്ഥികളും ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അനുഭവം നോക്കാം, ഒരു യൂട്യൂബറിൻ്റെ അനുഭവം. ഇനുനാക്കി ഗ്രാമത്തിൻ്റെ പ്രവേശനം കണ്ടതായി അയാൾ യൂട്യൂബിലൂടെ പങ്കുവയ്ക്കുകയുണ്ടായി. വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവസാനം വന്ന് കമൻറ്റ് ഇതായിരുന്നു: ഇനി ഒരിക്കലും അവിടെ വരരുത്.